ഹലോ എവ്രി വൺ. ഫ്ലവേഴ്സ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. ഇത് എൻ്റെ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം ഞാൻ മീറ്റ് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫ്ലവേഴ്സാണിത്. എനിക്കും ചെടി വളരാൻ വളരെ ഇഷ്ടമാണ്, വളർത്താനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ട് ഞാനിവിടെ സൗദി അറേബ്യയിൽ നിൽക്കുന്ന സമയത്ത് ഈ ടൈമിൽ വീടിൻ്റെ പുറത്തെല്ലാം ചെടി വെക്കാനൊക്കെ നോക്കി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അസഹനീയമായ ചൂട് കാരണം ചില ചെടികളെല്ലാം നശിച്ചു പോയി, ചിലതെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ചെടിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. എന്ത് നല്ല ഭംഗിയായിട്ട്, അതും കുറേ റോസ്, ജമന്തി, വാവ്, ഭയങ്കര ഭംഗിയായിട്ട്. ഇത് കാണുന്നതിലും നേരിട്ട് കാണുന്നതാണ് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ മഴയുടെ ഒരു സമയം കൂടി ആയതുകൊണ്ടും പക്ഷേ ചെടികളൊന്നും അങ്ങനെയൊന്നും വേറെ എന്താ പറയുക, ഫ്ലവേഴ്സ് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. മഴവെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ ഒന്നും തന്നെ നശിച്ചു പോയിട്ടില്ല കേട്ടോ. ഇത് രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അതും റോഡ് സൈഡിലൊരു വീട്ടിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലെ വീടുകളിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം കാണുമ്പോൾ നമ്മളൊരു കണ്ണങ്ങോട്ട് പോകാറുണ്ടല്ലേ, കാണാനൊരു ഭംഗിയുള്ളത് കൊണ്ടും. ഒത്തിരി സ്ഥലമൊന്നുമില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് അവരെല്ലാം അതിൻ്റേതായ രീതിയിലെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്നും കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൻപുറങ്ങളിൽ പോകുമ്പോഴാണ്, പൊതുവെ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് മൂത്തമ്മ എല്ലാവരുടെയും വീട്ടിൽ ഈ പശുവിനെയൊക്കെ വളർത്തുന്നത്. കാരണം ഇപ്പോൾ പൊതുവെ അങ്ങനെ ആരും റെയറായിട്ടാണ് പശുവിനെ വളർത്തുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ചാണകത്തിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ ആർക്കും ഇപ്പോൾ ഇഷ്ടമില്ലല്ലോ. പക്ഷേ ഇവർ റോഡ് സൈഡിൽ വീടായിരുന്നു, ഇവർക്കും പശു ഉണ്ട് കേട്ടോ. പക്ഷേ കയറി വരുമ്പോൾ ആ വീട്ടിൽ പശു ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ സ്മെല്ലൊന്നും ഇല്ല. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാട്ടോ പശുക്കുട്ടികൾ